ഇപ്പൊ എല്ലായിടത്തും സ്ട്രോബെറിക്ക് നല്ല റേറ്റ് കുറവാണ് കേട്ടോ. സ്ട്രോബെറി സീസൺ ആണ് ഇപ്പം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലുവിൽ പോയപ്പം അവിടെയും നല്ല വിലക്കുറവിന് നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബോക്സിന് 190 വിൽസ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ബോക്സ് സ്ട്രോബെറി വാങ്ങിട്ടോ. കൂട്ടത്തിൽ ഈ ഒരു ഡയറി മിൽക്കും വാങ്ങി. ഈ സ്ട്രോബെറിയും ഡയറി മിൽക്കും കണ്ടപ്പോൾ തന്നെ ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. ലണ്ടൻ ഫേമസ് വൈറൽ സ്ട്രോബെറി കോട്ടഡ് ഇൻ മിൽക്ക് ചോക്ലേറ്റ്. ഇത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് ഉണ്ടാക്കി കഴിക്കണം ഞാൻ കൊതിച്ച റൈറ്റാണ്. കാരണം എനിക്ക് സ്ട്രോബെറീസും ഇഷ്ടമാണ്, ചോക്ലേറ്റും ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ഞാൻ ആ ചൂടുവെള്ളത്തിൽ ഇട്ടുകൊടുത്തു. അതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മെൽറ്റായി വരാൻ പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ആ സമയം കൊണ്ട് തന്നെ ഞാൻ സ്ട്രോബെറീസ് എല്ലാം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ സ്ട്രോബെറീസിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒരു ടവൽ വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞ് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് അതിൻ്റെ മേളിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു കോംബോ കാണാൻ തന്നെ നല്ല രസമാണല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ട്രോബെറിയുടെ ആ ഒരു ചെറിയ മധുരവും പുളിപ്പും പിന്നെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു മധുരമൊക്കെ കൂടി ആയിട്ട് ഒരു അടിപൊളി ടേസ്റ്റ് സാധനം. സാധാരണ സ്ട്രോബെറീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്മൂത്തീസിലോ പാൻകേക്കിലോ ഓവർനൈറ്റ് ഓട്സിലോ ഒക്കെ ഇട്ടിട്ടാണ് കഴിക്കാറുള്ളത്. പക്ഷെ ഇവിടെ കുറച്ച് സ്ട്രോബെറീസ് ബാക്കിയിരിക്കുന്നത് ഒരു ചോക്ലേറ്റും കൂടെ വാങ്ങിച്ചിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ സ്ട്രോബെറി സീസണിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് പുറത്ത് പല ഷോപ്പിലും വാങ്ങാൻ കിട്ടും. അതിന് റേറ്റ് കൂടുതലാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത്ര റേറ്റ് ആവില്ല.